ലക്ഷം രൂപയാണ് ഇപ്പോൾ ചാക്കിൽ കെട്ടിയ നിലയിൽ പ്രതിയുടെ വീടിനടുത്തു നിന്നും, അതായത് പ്രതിയുടെ വീടിനടുത്തു നിന്നും ഷിബിൻലാൽ എന്നയാളാണ് പ്രതി. ഇയാളെ കഴിഞ്ഞ മാസമാണ് ഇയാൾ കവർച്ച നടന്നത്. ജൂൺ 11-ാം തീയതി ഇയാളെ പോലീസ് അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നീട് പോലീസ് ഇയാളെ 3 തവണ കസ്റ്റഡിയിൽ വാങ്ങിയെങ്കിലും പണം കണ്ടെത്താൻ കഴിയുന്നില്ല. ഇപ്പോൾ വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങിയ സമയത്ത് മറ്റു ചില വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ കസ്റ്റഡിയിൽ വാങ്ങിയ സമയത്താണ് ഈ പണം പോലീസിനെ കണ്ടെത്താൻ കഴിയുന്നത് എന്നുള്ളതാണ്. മൂന്നാം തവണയാണ് ഇപ്പോൾ കസ്റ്റഡിയിൽ വാങ്ങിയ സാഹചര്യം ഉണ്ടായിരുന്നത്. ആദ്യ തവണ 55,000 രൂപ മാത്രമാണ് കണ്ടെടുക്കാൻ സാധിച്ചതെങ്കിലും ഇപ്പോൾ വീണ്ടും 39 ലക്ഷം രൂപയും പോലീസിന് കണ്ടെടുക്കാനായി എന്നാണ് മനസ്സിലാക്കാൻ മുഴുവനും കുറ്റപ്പെടുത്തിയാൽ കുഴിച്ചിട്ട നിലയിലാണ് പണം ഉള്ളത്. ഒരു ബാഗിൽ വെച്ച് കുറച്ച് പണമുണ്ട്. പിന്നീട് ഒരു പൈസ കിട്ടുന്നു. കബളിപ്പിക്കാൻ മറ്റ് വിവിധ ധനകാര്യ സ്ഥാപനങ്ങളുടെ 40 ലക്ഷം രൂപയുടെ സ്വർണം പണയപ്പെടുത്തി റസീറ്റ് വ്യാജമായി ഉണ്ടാക്കിയിരുന്നു. ഇസാഫ് ബാങ്കുകാരോട് 40 ലക്ഷം രൂപയുടെ സ്വർണം പണയത്തിലുണ്ടെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ചിരുന്നു. ഇതിനുവേണ്ടി കവർച്ചയുടെ 2 ദിവസം മുമ്പ് കൃഷ്ണപ്രിയ ഇസാഫിൽ നിന്ന് അക്കൗണ്ട് തുടങ്ങുകയും ചെയ്തിരുന്നു. ഇതൊക്കെയാണ് ഒന്നാം പ്രതിയിലേക്ക് എത്തുന്നതിനുള്ള കാര്യങ്ങളായി നമുക്ക് കാണാൻ കഴിയുന്നത്. ഒരു ബാഗിൽ, ഒരു ചാക്കിൽ 2-3 ബാഗുകളിൽ ഒളിപ്പിച്ച രീതിയിലാണ് ഈ പണം ഇപ്പോൾ വെച്ചിരിക്കുന്നത്. മണ്ണിനടിയിൽ കുഴിച്ചിട്ട രീതിയിലാണ്. അതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ വരുന്നത്. 2-3 പ്രതികളെ അറസ്റ്റ് ചെയ്ത സമയത്ത് കിട്ടിയ വിവരങ്ങൾ വെച്ചും ശാസ്ത്രീയ തെളിവുകൾ അതാണ് ഞാൻ എത്രയും ചെയ്തിട്ടും പണത്തിന് ഒന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ്. 2 ബാഗുകളിൽ ചാക്കിൽ കെട്ടി പോളിത്തീൻ കവറിലാക്കിക്കൊണ്ടാണ് വളരെ വൃത്തിയായി വെച്ചിരിക്കുന്ന പണമാണ്. പിന്നീട് എടുക്കാനാണ് പണം കൊണ്ടുവയ്ക്കുന്നത്. അങ്ങനെ നശിച്ചു പോകാതെ തരാൻ കൃത്യമായി രീതിയിലാണ് നമുക്ക് 2-3 പ്രതികളെ അറസ്റ്റ് ചെയ്ത സമയത്ത് കിട്ടിയ ചില വിവരങ്ങൾ വെച്ചും ശാസ്ത്രീയ തെളിവുകൾ വെച്ചൊക്കെയാണ് പോലീസ് കേസ്. 2-3 പ്രതികളാണ്. മൊത്തം 40 ലക്ഷമാണ് പോയത്. അതിൽ 39 ലക്ഷമാണ് ഇവിടെ ഉണ്ടെന്ന് കരുതുന്നത്. നേരത്തെ നടത്തിയ പരിശോധനയിൽ 55,000 രൂപയാണ് ഇയാളുടെ കൈവശത്തെന്ന് പോലീസിന് കണ്ടെത്താനായത്. പക്ഷേ ബാക്കി തുക, അതായത് 45,000 രൂപ ബാക്കി ഉപയോഗിച്ചു പോയി എന്നാണ് ആയിക്കോട്ടെ, ഞാൻ വിളിക്കാം ഫോട്ടോ.